ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളെല്ലാവരും സാധാരണ വെക്കുന്നതായിരിക്കും, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം എന്താ ചെയ്യണേന്നുള്ളത്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടി ചതച്ചത്, പച്ചമുളക് ചതച്ചിട്ടില്ല, അരിഞ്ഞു വെച്ചുള്ളൂ, തക്കാളി അരിഞ്ഞു വെച്ചത്. അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് അമ്മയാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവാണ് ഉണ്ടാവാറ്. അപ്പോൾ 2 കറിവേപ്പിലയുടെ തണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മമാർ വെച്ചാൽ തന്നെ ശരിക്കും കറികൾക്ക് എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതാണ് സാധാരണ. അപ്പോൾ ആദ്യം ഞങ്ങൾ മീൻ വറുക്കാനുള്ള കൂട്ടാക്കി വയ്ക്കുക. അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നാക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, വായിൽ വെള്ളമൊക്കെ വരിക. പിന്നെ മാങ്ങയാണ് കേട്ടോ, ഞങ്ങൾ മീൻ കറിയിലേക്ക് ആക്കാൻ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മോൻ 2 കഷ്ണമൊക്കെ എടുത്ത് പൊക്കി കൊണ്ടുപോയിട്ടുണ്ട്. അത് നല്ല ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അപ്പം എടുത്ത് കൊണ്ടും. അപ്പോൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കറിയാണ് ഇന്ന് വെക്കാൻ പോണത്. മാങ്ങയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ കറിയാണ് വെക്കാൻ പോണത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളിതാ അയില ആണ് കിട്ടിയത് വറക്കാൻ വേണ്ടിയിട്ട്. അയില അതൊക്കെ മുളക് പുരട്ടി വെച്ചു. പിന്നെ ഇനി മീൻ കറിയിലേക്കുള്ള കൂട്ടാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ എല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കി, കൈ കൊണ്ട് നന്നായി മിക്സാക്കി. അമ്മമാർ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വെറുതെ തൊട്ടാൽ മതി. അങ്ങനെയാണല്ലേ, അവർ തൊട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. അതെല്ലാം അമ്മമാർ വെച്ചാൽ അങ്ങനെ തന്നെയാണല്ലേ. ഇനി അതിലേക്ക് ഇത് അരിഞ്ഞ് വെച്ചതൊക്കെ കൂട്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 2 തണ്ടിട്ടു. അതൊക്കെ കൂടി നന്നായി കൈ കൊണ്ട് ഇളക്കി. ഞങ്ങൾ വേപ്പിലയുടെ തണ്ടിടും കേട്ടോ. അത് അമ്മയുടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് കറി ആയാലും അതിലേക്ക് ഞാൻ വേപ്പിലയുടെ തണ്ട് കൂടി ഒരു 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 തൃപ്തി കുറവ് അല്ലെങ്കിൽ അങ്ങനെ. എന്നിട്ട് പിന്നെ അതേ ചെമ്മീനിട്ട് നന്നായി മിക്സാക്കി. ഞങ്ങൾ ആദ്യം വേവിച്ചിട്ടല്ല, ഇതിൽ തന്നെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി ചെമ്മീനിട്ട് നന്നായി മിക്സാക്കി, കൈ കൊണ്ട് നന്നായി മിക്സ് ആവണം അതിലേക്ക് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂവാണ്ടൻ മാങ്ങയും കുറച്ച് കുടംപുളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂവാണ്ടൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇത്തിരി മൂത്തിട്ടുണ്ട്, എന്നാലും പുളിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് വെള്ളമൊക്കെ നന്നായി ഒഴിച്ചപ്പോൾ ചെമ്മീൻ വേവാനുള്ള നല്ലോണം നന്നായി വെള്ളം ഒഴിച്ച് ചെമ്മീൻ അതിൽ തന്നെ കിടന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഇനി അടുപ്പുമ്മ വയ്ക്കാം. അങ്ങനെ ഇതാ അതിങ്ങനെ സെറ്റായി വരുന്നു. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങയുടെയും കുടമ്പുളിയുടെയും ചെമ്മീൻ്റെ ഒക്കെ മണം ഇങ്ങനെ മൂക്കിലിങ്ങനെ വന്നടിക്കുന്നുണ്ട്. അപ്പോൾ മോൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് എന്തായി. അവന് അടുപ്പുമ്പോൾ ഇങ്ങനെ തിളയ്ക്കണം കണ്ടാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വന്നിങ്ങനെ എത്തിച്ച് നോക്കി ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതാ ചെമ്മീൻ കറിയൊക്കെ സെറ്റായി നന്നായി ചെമ്മീനൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇതാ നോക്ക്, മാങ്ങയും ചെമ്മീനും എല്ലാതും നന്നായി വെന്ത് വന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ചാറൊക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രസമുണ്ട്. മാങ്ങയുടെ പുളിയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് ചെമ്മീനിലേക്ക്. അങ്ങനെ അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ നിങ്ങൾക്ക് അറിയുണ്ടാവുമായിരിക്കും, എന്നാലും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല രസമാണ് കറി. അതാ കുറേ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റേറ്റാണ് ചെമ്മീൻ, എന്നാലും നമ്മൾ കിട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് വെക്കും. മോനും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മീൻ വറുക്കാൻ വേണ്ടി, ഇത് എൻ്റെ വക ഡെക്കറേഷനാണ് കേട്ടോ. എൻ്റെ കോൺട്രിബ്യൂഷൻ ഇത് മാത്രമേ ഉള്ളൂ, കറിവേപ്പില വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.